ഹലോ പ്രിയ ക്രിയേറ്റേഴ്സ്, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ വന്ന ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ മാനദണ്ഡങ്ങളിൽ വന്ന ചില മാനദണ്ഡം യൂട്യൂബ് ചേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് 4000 മണിക്കൂർ വേണം എന്നുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ 8000 മണിക്കൂർ വേണം എന്നുള്ളതായി. അതുപോലെ തന്നെ 10 മില്യൺസ് വേണം എന്നുള്ള ഈ ഷോർട്സിന്റെ റൂൾസിൽ നിന്നും മാറി അത് 20 മില്യൺസിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ പലർക്കും സംശയമാണ്, ഇതൊരു ഫേക്ക് ആണോ, എന്താണോ, ഇങ്ങനെയൊക്കെ യൂട്യൂബ് ചെയ്യുമോ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, യൂട്യൂബിന്റെ ഹിസ്റ്ററി, ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. യൂട്യൂബ് തുടങ്ങിയ കാലത്ത് ആദ്യ വീഡിയോസ് ഇടുന്നത് മുതൽ മോണിറ്റൈസേഷൻ ആയിരുന്നു. പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റേഴ്സിനെ തിരഞ്ഞെടുത്തു, അതായത് ജനപ്രിയ ക്രിയേറ്റേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് മോണിറ്റൈസേഷൻ നൽകിയിരുന്നു. പിന്നീട് അത് 2017 എങ്ങനെയായിരുന്നു വെച്ചാൽ ഏകദേശം ഒരു 10,000 വ്യൂസ് ഉണ്ടായാൽ മാത്രം മതിയായിരുന്നു മോണിറ്റൈസേഷൻ മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നീടാണ് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും എന്നുള്ള ലെവലിലേക്കൊക്കെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഷോർട്സിന്റെ വരവായിരുന്നു. ഷോർട്സിന്റെ വരവോട് കൂടിയിട്ട് ഷോർട്സ് മൂലം മോണിറ്റൈസേഷൻ ചെയ്യാൻ 10 മില്യൺസ് വേണം എന്നുള്ളതൊക്കെ വന്നു. ഈയിടെയായിട്ട് ഇപ്പൊ വീണ്ടും അതിലൊരു മാറ്റം വന്നുകൊണ്ട് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന റൂൾസ് വന്നു. ഇപ്പോഴാണ് ഈ 8000 മണിക്കൂർ നമ്മൾ തികക്കണം അല്ലെങ്കിൽ 20 മില്യൺസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള പുതിയ റൂൾസ് വന്നിട്ടുള്ളത്. അപ്പൊ യൂട്യൂബിന്റെ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്താണ് ഇനിയിപ്പോ ഈ റൂൾസ് എല്ലാം മാറുമോ, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും, ഇതിന് എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് വരും വീഡിയോസുകളിൽ പറയാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ റൂൾസ് മാറാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ സമയം കുറച്ചുകൂടെ മുന്നോട്ട് നീക്കിയേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. റൂൾസുകൾ ടോട്ടലി ഇപ്പോൾ യൂട്യൂബിന്റെ വ്യൂസ് കൂടി എന്നുള്ളതാണ്. ജനങ്ങൾ സിനിമ വരെ കാണുന്നത് യൂട്യൂബിലായി, ടിവിയിൽ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് മൊബൈലിൽ വരെ സിനിമ വരെ കാണാൻ തുടങ്ങി. എല്ലാവിധ കണ്ടന്റുകളും ഇത്തരത്തിൽ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യാൻ കഴിയിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് മേക്കർക്ക് ഒരിക്കലും 8000 വലിയൊരു ഇതായിരിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ സാധാരണക്കാരായ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വീട്ടമ്മമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് വിശദമായി ഇത് എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം, ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ യൂട്യൂബിന് ഉണ്ടാകുന്ന ഇതെന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോസിൽ സംസാരിക്കാം. അപ്പൊ ഈ ഒരു ന്യൂസ് ഒരിക്കലും ഫേക്ക് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇനിയും നിങ്ങൾക്ക് മുന്നിൽ 8ഓളം മാസങ്ങൾ, അതായത് ഫെബ്രുവരി വരണം. അവിടെയും 2 മാസം കിടക്കുന്നു, ഇവിടെ ഇന്ന് 8ാം മാസമായിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ 3 ടൈം മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്നവരെല്ലാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായി വീഡിയോസ് ഇടുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വീഡിയോസ് ഇടുക, നല്ല വീഡിയോസ് ഇടുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിരാശപ്പെടാതെ ഈ ഒരു ഫെബ്രുവരിക്ക് മുന്നേ നമ്മൾ ആരൊക്കെ അപേക്ഷിക്കുന്നുണ്ടോ അവർക്കൊന്നും ഈ റൂൾസ് ബാധകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല, സബ്സ്ക്രൈബേഴ്സിൽ യാതൊരു മാറ്റവുമില്ല, 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കുറച്ച് നല്ല കണ്ടന്റ് ആണെങ്കിൽ ഒരുപക്ഷെ യൂട്യൂബ് കുറച്ച് ബൂസ്റ്റ് ഒക്കെ ചെയ്യാൻ ഇനി സാധ്യത നമ്മൾ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോസ് ഇടാം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഇത്തരം മാറ്റങ്ങൾ അത് സംഭവിക്കേണ്ടത് തന്നെയാണ്, കാലാകാലങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. ഇനിയും അടുത്ത റൂൾസ് ഒരുപക്ഷെ ഈ 8000 മണിക്കൂർ എന്നുള്ളത് ഒരുപക്ഷെ 2-3 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ 10 ആക്കാം, 15 ആക്കാം, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. അപ്പോൾ ഈ വിഷയമായി കുറച്ചുകൂടി ഡീപ്പ് ആയിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ സംസാരിക്കാം. പുതിയൊരു വീഡിയോസിൽ കാണുന്നത് വരയ്ക്കും ബൈ.